ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ട് സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഈ ഒരു പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടി പാലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാൻ 1 കപ്പോളം സാധാരണ സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര 1.5 കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 കപ്പ് വരെ ആവാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സൈഡിലൊക്കെ ഇതാ ഇങ്ങനെ ഈ ഒരു നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണെങ്കിലും ഇത് കാരമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, സൈഡിലൊക്കെ ഇല്ലെങ്കിൽ കരിഞ്ഞ് വരും. അപ്പോൾ അതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷുഗർ കാരമലൈസ് ആയതിനു ശേഷം നല്ലോണം തീ കുറച്ച് വെച്ച് ഇതുപോലെ കുറേശ്ശെ മാത്രം ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളമാണെങ്കിലും 1/2 കപ്പാണെങ്കിലും ഒരേ അളവ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ മെൽറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒന്ന് ഒഴിച്ച് തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ആവി വരും. അപ്പോൾ കൈ പൊള്ളി പോവാതിരിക്കാനാണ് കേട്ടോ തീ വളരെ കുറച്ച് വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. പാൽ ഒഴിക്കുമ്പോഴും വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കിടക്കുന്നത് കേട്ടോ. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സായിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതില്ലേ, കാരമലൈസ് ചെയ്തത്, അത് ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായി വരും കേട്ടോ. അങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കിടക്കില്ല നമ്മുടെ കാരമലൈസ് ആയത്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തവയിൽ നിന്ന് കാരമലൈസായ ആ ഒരു ഷുഗറൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അതാ 1 വിസിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ പോകണം, ലോ ഫ്ലെയിമിലല്ല. അപ്പോൾ 1 വിസിൽ പോയി ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 സ്പൂണോളം നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്, അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ആവാം കേട്ടോ. ഞാനിവിടെ ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതിൽ പ്രത്യേകിച്ച് കാഷ്യൂ നട്ട് അതുപോലെ തന്നെ ഉണക്കമുന്തിരി അങ്ങനെ സെപ്പറേറ്റ് വറുത്തിടണമെന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് കോരിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് തന്നെ ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. സാധാരണ വറുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കളറ് വേണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ ഇതിനെ വറുത്തെടുക്കണം. ഇത് നമുക്ക് വീട്ടിൽ വിശേഷ അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കണം. നന്നായിട്ട് ആയി വരുമ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലിട്ടിട്ട് തന്നെയാണ് സേമിയ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സേമിയ പല വിധത്തിലാണ്, വ്യത്യസ്തമായിരിക്കും. വലിയ സേമിയൊക്കെ ആണെങ്കിൽ ഒരു 3 കപ്പ് 3.5 കപ്പ് വരെ വെള്ളം ആവാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ ആ ഒരു വിസിലൊക്കെ പോയില്ലേ, അപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ കളറ് കണ്ടോ, ശരിക്കും നമ്മൾ കോഫിയൊക്കെ എങ്ങനെയാണ് അതുപോലെയാണ്. പക്ഷെ നല്ല രുചിയാണ്. ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പായസമാണ് ഈ സേമിയ. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് അരിച്ചൊഴിക്കണം. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് വരണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം. വേഗ് കുറഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പാലും പഞ്ചസാരയും കൂടെയുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ സാധാരണ പാലൊക്കെ ഇതുപോലെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷുഗർ ഇതുപോലെ കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ കുക്കറിൽ ഒന്ന് വിസിലൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ മധുരമൊക്കെ ഈ സേമിയയിൽ നല്ലോണം ഒന്ന് പിടിച്ച് വരണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊന്ന്
കുറുകി വരണം, ഒരുപാട് കുറുകരുത്. സേമിയ ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് ഉണ്ടാവും. എന്നാലും നമ്മളൊന്ന് തിളച്ച് വരുന്നത് വരെ ഇടയിലിടയിൽ ഇളക്കി കൊടുക്കുകയും വേണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുകയും വേണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിൽ നിന്നൊന്ന് വറ്റണം. എന്നാലാണ് നമ്മൾ വേവിച്ച് വെച്ച ഈ സേമിയയിലേക്ക് മധുരമൊക്കെ പിടിക്കുകയുള്ളൂ. അതിനാണ് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഇതിൻ്റെ വെള്ളം വറ്റിക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറും തോറും കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ചൂട് കട്ടിയുള്ള കടായി ആയതുകൊണ്ട് നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ സേമിയ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ സേമിയ പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ വിശേഷാവസരങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലുള്ള ഓണം റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.